വാർത്തകൾ വിശദമായി നോക്കിയാൽ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ഫോർട്ട് കൊച്ചിയിൽ രണ്ട് വമ്പൻ പാപ്പാഞ്ചികളാണ് പുതുവർഷത്തിന്റെ വരവറിയിച്ച് കത്തിയമർന്നത്. കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയ 50 അടി ഉയരമുള്ള ഭീമൻ പാപ്പാഞ്ചിയെ കാണാൻ വിദേശികളടക്കം പതിനായിരങ്ങളാണ് ഒത്തുകൂടിയത്. ഇതിനു പുറമെ വെളിഗ്രൗണ്ട് മൈതാനത്തും ഗാലഡി ഫോർട്ട് കൊച്ചി ഒരുക്കിയ മറ്റൊരു പാപ്പാഞ്ചിയും ഇത്തവണത്തെ പ്രധാന ആകർഷണമായി മാറി. നഗരത്തിന്റെ മറ്റൊരു പ്രധാന കേന്ദ്രമായ NGO ക്വാർട്ടേഴ്സിലും വൻ ജനക്കൂട്ടമാണ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയതും. ഇവിടുത്തെ പാപ്പാഞ്ഞി കത്തിക്കലും DJയും സംഗീത പരിപാടികളും പുതുവർഷാഘോഷത്തിന് തന്നെ മാറ്റുകൂട്ടി. ആഘോഷത്തിമിർപ്പിൽ ആറാടി കൊച്ചി നഗരം 2026 വരവേറ്റു. എന്തായാലും ഇത്തവണയും ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചി മേഖലയിൽ തന്നെയായിരുന്നു. ഇവിടെ ഇത്തവണ രണ്ട് ഇടത്താണ് ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിനെ കത്തിച്ചത്. ഒന്ന് പരേഡ് ഗ്രൗണ്ടിലും മറ്റൊന്ന് വെളി മൈതാനത്തുമായിട്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ രണ്ട് പപ്പാഞ്ഞിനെ ന്യൂ ഇയർ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നത്. എന്തായാലും പപ്പാഞ്ഞി എരിഞ്ഞു തീർന്നതോടെ ആ വർഷത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്ന് പുതിയൊരു വർഷത്തിലേക്ക് സന്തോഷപൂർവ്വം കാലെടുത്ത് വെക്കുക എന്നൊരു ആശയമാണ് ഇതിലൂടെ കൈമാറുന്നത്. ഇതിനു വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് അടക്കമുള്ള ആളുകൾ എറണാകുളത്തേക്ക് എത്തിയിരുന്നു എന്ന കാര്യമാണ്. തന്നെയല്ല, ഇത്തവണ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പല ഇടങ്ങളിലായിട്ട് പപ്പാഞ്ഞിനെ കത്തിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കാക്കനാട് NGO ക്വാർട്ടേഴ്സിലും ഒരു പടുകൂറ്റൻ പപ്പാഞ്ഞി 45 അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞിയെ കത്തിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത് കൂടാതെ മറൈൻ ഡ്രൈവ് മറ്റ് ഏരിയകളിലെല്ലാം പടക്കം പൊട്ടിക്കലും അതോടൊപ്പം തന്നെ സംഗീത പരിപാടികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. 2026 വളരെ സന്തോഷപൂർവ്വമാണ് കൊച്ചിയിൽ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്തത്.